വായിക്കാം യിരെമ്യാ പ്രവചനം 32-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 27 വരെയുള്ള ഭാഗങ്ങൾ ഈ സമയത്ത് വായിക്കാം. യിരെമ്യാ ചാപ്റ്റർ 32 വേഴ്സ് ഫ്രം 16 to 27. ഞാൻ യഹോവയോട് പ്രാർത്ഥിച്ചതെന്തെന്നാൽ, അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. നീ 1000 തലമുറയോളം ദയ കാണിക്കുകയും പിതാക്കന്മാരുടെ അകൃത്യത്തിന് അവരുടെ ശേഷം അവരുടെ മക്കളുടെ മാർവിടത്തിൽ പകരം കൊടുക്കുകയും ചെയ്യുന്നു. മഹത്വവും വല്ലഭത്വമുള്ള ദൈവമേ, സൈന്യങ്ങളുടെ യഹോവ എന്നല്ലോ നിന്റെ നാമം. നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു. ഓരോരുത്തന് അവനവന്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിന്മേലും ദൃഷ്ടി വയ്ക്കുന്നു. നീ മിസ്രയീം ദേശത്തും ഇന്നുവരെയും ഇസ്രായേലിലും മറ്റു മനുഷ്യരുടെ ഇടയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് ഇന്നുള്ളതുപോലെ നിനക്ക് ഒരു നാമം സമ്പാദിക്കുകയും നിന്റെ ജനമായ ഇസ്രായേലിനെ അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും മഹാഭീതി കൊണ്ടും മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവരികയും അവരുടെ പിതാക്കന്മാർക്ക് കൊടുപ്പാൻ നീ അവരോട് സത്യം ചെയ്തതായി പാലും തേനും ഒഴുകുന്ന ഈ ദേശത്തെ അവർക്ക് കൊടുക്കുകയും ചെയ്തു. പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. വളരെ വേദപുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവർക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്കിവിടെ വായിപ്പാൻ തക്കവണ്ണം ഇടയായത്. നാം വേദപുസ്തകമാകമാനമായി പരിശോധിക്കുമ്പോൾ ദൈവം സുപ്രധാനമായി 3 കാര്യങ്ങളാണ് ആഗ്രഹിക്കുന്നത്. തൻ്റെ സൃഷ്ടിയായ ഏറ്റവും താല്പര്യത്തോടെ തൻ്റെ പദ്ധതികൾ ഭൂമിയിൽ ആവിഷ്കരിക്കുവാൻ നടത്തിയെടുക്കുവാൻ ദൈവം തൻ്റെ മക്കളെ തിരഞ്ഞെടുക്കുന്നു, മനുഷ്യനെ ഉണ്ടാക്കുന്നു, മനുഷ്യനിൽ തേജസ്സും ബഹുമാനവും അണിയിക്കുന്നു. മനുഷ്യനെ പർട്ടിക്കുലറായിട്ടുള്ള ഒരു സ്ഥാനത്ത് ദൈവമാക്കി വേണ്ടുന്നതായ കൽപ്പനകൾ കൊടുത്ത് അവിടെ നിർത്തുകയാണ്. അവിടെ നമുക്ക് ദൈവത്തെ കാണാൻ കഴിയുന്നത് എല്ലാം മനസ്സിലാക്കി ഓൾ ഇൻ ആളായി ഓണർഷിപ്പ് ഏറ്റെടുത്തുകൊണ്ട് ആ മനുഷ്യനെ മുൻപോട്ട് നയിക്കാൻ താല്പര്യപ്പെടുന്ന ദൈവത്തെയാണ്. പിന്നത്തേതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വഴികൾ വിട്ട് ദൈവത്തിൻ്റെ കൽപ്പനാ ലംഘനം നടത്തിക്കൊണ്ട് ദൈവ തേജസ്സിൽ നിന്നും ദൈവത്തിൽ നിന്നും ദൈവിക പദ്ധതിയിൽ നിന്നും അകന്നു പോകുന്ന മനുഷ്യനെയാണ്. അതേ സമയത്ത് ദൈവത്തെ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും, വളരെ ശ്രദ്ധയോടുകൂടെ മനുഷ്യനെ ഒബ്സർവ് ചെയ്യുന്ന ഒരു ദൈവം. അതുമാത്രമല്ല, അവൻ യഥാസ്ഥാപനപ്പെടേണ്ടതിനായിട്ട് കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു ദൈവം. പിന്നത്തേതിൽ ദൈവത്തെ അറിയുന്നതായ വിശേഷമായ ദൈവിക സാഹചര്യങ്ങളെ വകവയ്ക്കാതെ ദൈവത്തിനു വേണ്ടി അർപ്പണം ചെയ്ത ഹൃദയങ്ങളിൽ ദൈവം ഇറങ്ങി വന്ന് ഇടപെടാനും അവരിൽ പ്രവർത്തിക്കുവാനും അവരിലൂടെ ആശയവിനിമയം നടത്തുവാനും അവരിലൂടെ ജനത്തിൻ്റെ മധ്യത്തിൽ ലോകത്തിൽ ദൈവത്തെ ഉയർത്തിക്കാട്ടാനുള്ള വഴികൾ ദൈവം തേടുന്നു. ദൈവം അങ്ങനെ പ്രവർത്തിക്കുന്നു. അങ്ങനെ മാനവരാശിയിൽ എടുത്തു പറയത്തക്ക വേദപുസ്തകത്തിൽ നാം കാണുന്ന ലേജൻസ്, സ്റ്റോൾവേർഡ്സ് എല്ലാവരിലും അത് അപ്രകാരം അവർ ദൈവത്തിനു വേണ്ടി സെറ്റപ്പാർട്ടഡായിട്ടുള്ള വേർതിരിക്കപ്പെട്ടതായ ഒരു ജീവിതം നയിച്ചപ്പോഴാണ് അവരിലേക്ക് ദൈവം ഇറങ്ങി വന്ന് അവരിൽ കുടിയിരിക്കുന്നതും അവരിൽ വാഴുന്നതും അവരിൽ ദൈവം ശക്തമായി പ്രവർത്തിക്കുന്നതും. അടുത്ത ഒരു തലത്തിലേക്ക് വരുമ്പോൾ ദൈവം ഒരു ജനത്തെ തനിക്ക് വേണ്ടി, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി വേർതിരിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. മറ്റെന്തെന്നതിനേക്കാളും അധികമായി ദൈവം ആ ജനത്തെ സ്നേഹിക്കുന്നതായിട്ടും ആ ജനത്തിന് വേണ്ടി നാം തുടക്കത്തിൽ കണ്ടതുപോലെ ആദം ഹവ്വ എന്ന് പറയുന്ന ആ കപ്പിൾസിൻ്റെ ജീവിതത്തിൽ എങ്ങനെ റെസ്പോൺസിബിലിറ്റി എടുത്ത് ഓണർഷിപ്പ് ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ താല്പര്യപ്പെട്ടോ അതേ മനോഭാവത്തോടും അതേ താല്പര്യത്തോടും കൂടെ ദൈവം
ജനമായ ഇസ്രായേലിന്, ചൂസൻ ജനറേഷനായ ഇസ്രായേലിൻ്റെ നടുവിൽ പ്രവർത്തിക്കുകയാണ്. ആ വലിയ സമൂഹം ചെറിയൊരു കൂട്ടം ആളുകളെ വലിയൊരു സമൂഹമാക്കി അവരെ വർദ്ധിപ്പിക്കുമ്പോഴും ജനത്തിൻ്റെ പെരുപ്പം ദൈവത്തിന് വിഷയമല്ല. ജനത്തിൻ്റെ വർധനവ്, മൾട്ടിപ്ലിക്കേഷൻ ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. അപ്പോൾ ജനസമൂഹം വളരെ ബൃഹത്തായി മാറുമ്പോഴും അതിൻ്റെ റേഞ്ചും ടെറിറ്ററിയും വിശാലമാകുമ്പോഴും ഈ ദൈവത്തിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല. അവരിൽ ഒരുപോലെ പ്രവർത്തിക്കാൻ ദൈവത്തിൻ്റെ കഴിവ് കുറഞ്ഞു പോകുന്നില്ല. ഒരുപോലെ ഒരേ എനർജിയിൽ, ഒരേ ഫ്രഷ്നെസ്സോടുകൂടെ, ഒരേ ഇൻട്രസ്റ്റോടുകൂടെ, ഒരേ താല്പര്യത്തോടുകൂടെ ആ ജനത്തിൻ്റെ നടുവിൽ വന്ന് ജനത്തിന് മന്ന കൊടുക്കും. സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്രത്യേക സപ്ലിക്കേഷൻ്റെ ആവശ്യം വരുന്നില്ല. ജനത്തിന് വേണ്ടുന്നത് കൊടുക്കാൻ കഴിയുന്നൊരു ദൈവത്തെ ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ പ്രൂവ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. വേണ്ടുന്നത് കൊടുക്കുന്ന ദൈവം. അതിന് സുരക്ഷിതത്വമായാലും അതിന് ആരോഗ്യമായാലും അത് ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിൻ്റെ ആവശ്യമായാലും അവയൊന്നിൽ പോലും കുറവ് വരുത്താതെ ഹല്ലേലൂയ വേണ്ടുന്നത് നൽകുന്നതായ ഒരു ദൈവം. ഈ പകൽക്കാലം വേണ്ടുന്ന നൽകുന്ന ദൈവം. ഹല്ലേലൂയ. കാക്കകൾക്ക് പോലും ആഹാരം കൊടുക്കുന്ന ദൈവം എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ ഓർക്കണം, എല്ലാറ്റിനും അതിൻ്റെതായ സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി, നമ്മുടെ കാര്യം പറയുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. ഈ പകൽക്കാലം ആ ദൈവത്തെ നമ്മൾ അറിഞ്ഞ് സ്തുതിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. നമ്മളൊരു വിശേഷപ്പെട്ട സമൂഹമാണ്. നമ്മുടെ ദൈവം വിശേഷപ്പെട്ട ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഒരുപാട് ദൈവങ്ങളുണ്ടോ? എന്നാൽ പറയട്ടെ, ഒരുപാട് ജാതീയ ദൈവങ്ങളുണ്ട്. ദൈവമെന്ന സങ്കല്പത്തിൽ ദൈവത്തെ കാണുന്ന അനേക സഹസ്രം ജനകോടികൾ ഈ ലോകത്തിലുണ്ട്. എന്നാൽ ജീവനുള്ള ദൈവത്തെ, നാം ഇവിടെ പരാമർശിക്കുന്ന ദൈവത്തെ, നാം ധ്യാനിക്കുന്ന ദൈവത്തെ അറിയുന്ന സമൂഹം അവർ വിശേഷ സമൂഹമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവർ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. അവർക്ക് വേണ്ടിയുള്ള പ്രൊവിഷൻ പ്രത്യേകമായിട്ടുള്ളതാണ്. അവർക്ക് വേണ്ടിയുള്ള വഴികൾ നിയമങ്ങൾക്ക് അതീതമാണ്. ഹല്ലേലൂയ, അവർക്ക് വേണ്ടിയുള്ള വഴികൾ സാഹചര്യങ്ങൾക്ക് അതീതമായിട്ടുള്ളതാണ്. അവർക്ക് വേണ്ടി വെളിപ്പെടുത്തുന്ന ദൈവപ്രവർത്തികൾ അത്യത്ഭുതകരവും അഗോചരവുമാണ്. അവർക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന ദൈവപ്രവർത്തികൾ അത് മറവിടങ്ങളിൽ പതിയിരിക്കുന്ന ഗുപ്തനിധികളെ പോലെയാണ്. പൊതുലോകം കണ്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്ത, ഒരു മനുഷ്യനും ഇന്ന് വരെ ഗ്രഹിച്ചിട്ടില്ലാത്ത വിധത്തിൽ ഇടപെടുന്ന ദൈവപ്രവർത്തിയാണ്. ഓ ഹല്ലേലൂയ. ആ കൂട്ടത്തിൽപ്പെടുന്നവരാണ് ഞാനും നിങ്ങളും എന്ന് ഓർക്കുമ്പോൾ, അങ്ങനെ ധ്യാനിക്കുമ്പോൾ, ആ ഒരു കോണ്ടക്സ്റ്റിൽ നിന്നുകൊണ്ട് ഇന്ന് ദൈവവചനം ചിന്തിക്കുമ്പോൾ എത്രമാത്രം ധൈര്യമാണ് എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിൽ പകരുന്നത്. ഇന്ന് പകൽക്കാലം ദൈവജനം ധൈര്യപ്പെടട്ടെ. ഉണർന്ന് പ്രാർത്ഥിക്കാൻ കഴിയണം, എരിഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയണം. നാം ഇവിടെ വന്നിരിക്കുന്നത് അതിനുവേണ്ടി മാത്രമാണ്. ഹല്ലേലൂയ, സ്തോത്രം. നന്ദി പറയാനാണ്, ഹൃദയം കൊണ്ട് നന്ദി പറയാനാണ്. ഞാൻ വീണപ്പോൾ എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച ഹല്ലേലൂയ എൻ്റെ ദൈവത്തെ, ഞാൻ ലജ്ജിക്കപ്പെടേണ്ട സ്ഥാനത്ത് എന്നെ അതിന് വിട്ടുകൊടുക്കാതെ എന്നെ സൂക്ഷിച്ച ദൈവത്തെ, ഞാൻ തളർന്നിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആലോചന കൊണ്ട് എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച, എന്നെ ബലപ്പെടുത്തിയ ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കാൻ മടി കൂടാതെ ദൈവസഭയിൽ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സഭയിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് പ്രിയമുള്ളവരെ നിന്നെ ഇവിടേക്ക് ദൈവം ആനയിച്ചത്, ഇവിടേക്ക് കൂട്ടിവരുത്തിയത്, സാഹചര്യങ്ങൾ അനുകൂലമാക്കിയത് ദൈവത്തെ സ്തുതിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ റബൽ ഖമനഹസ്യല. ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കണം, ശക്തമായി പ്രാർത്ഥിക്കണം. അന്യഭാഷ അവരെ ലഭിച്ചവർ അന്യഭാഷയിൽ ദൈവത്തെ ശുശ്രൂഷയുടെ മധ്യത്തിലും സ്തുതിച്ചുകൊണ്ട് ദൂതുകൾ ഏറ്റെടുത്ത് വിടുതലുകളെ പ്രാപിക്കുവാൻ തയ്യാറാകണം. എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കട്ടെ. ഇവിടെ നാം വായിച്ചതായ ദൈവവചന ഭാഗത്ത് പ്രത്യേകമായി ഇസ്രായേൽ ജനത്തിൻ്റെ വലിയൊരു ക്രൈസിസിൻ്റെ സമയമാണ്. വല്ലാത്ത ക്രൈസിസ്. യിരെമ്യാ പ്രവചനം ആഗമനമായി നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ പ്രത്യേകമായ ജഡ്ജ്മെൻ്റ് ദൈവാലോചനയ്ക്ക് വിധേയപ്പെടാതിരിക്കുമ്പോൾ
ദൈവം അയക്കുന്നതായിട്ടാണ് ഒന്നാമതായിട്ടുള്ളത്. എന്നാൽ ആ ന്യായവിധിയുടെ ദൂതനോട് ചേർന്ന് ദൈവം യിരെമ്യാ പ്രവാചനം ത്രൂവിട്ടായിട്ട് കാണിക്കുന്നൊരു കാര്യം, പ്രതിസന്ധികളിൽ, ക്രൈസിസിൻ്റെ നടുവിൽ, ശ്രദ്ധിക്കണം, ക്രൈസിസിൻ്റെ നടുവിൽ സഹായഹസ്തം നീട്ടാൻ മനസ്സുള്ളൊരു ദൈവത്തെ ആ പ്രവചന പുസ്തകത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നു. രണ്ടാമതായിട്ട് ദൈവവചനത്തിൻ്റെ പ്രസക്തി. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുമ്പോൾ ദ സ്പോക്കൺ വേർഡ് ഫ്രം ദ മൗത്ത് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വായിൽ നിന്നും പുറപ്പെട്ടതായ ദൈവിക ആലോചനയുടെ പ്രസക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമതായിട്ട് ശുഭഭാവിക്കായി കാത്തിരിക്കുന്ന ഒരു വലിയ എക്സ്പെക്റ്റേഷനോടുകൂടെ എൻ്റെ ജീവിതത്തിൽ ഒരു ട്വിസ്റ്റ്, പുതിയൊരു ട്വിസ്റ്റ് ഉണ്ടാകും, പുതിയൊരു വഴിത്തിരിവുണ്ടാകും എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന ദൈവജനത്തിനു വേണ്ടിയുള്ള ദൂത്. അങ്ങനെ 3 ഡയമെൻഷനിലാണ് യിരെമ്യാ പ്രവചനത്തിലെ ഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. വിശേഷാൽ നാം വായിച്ചതായ വചനഭാഗത്തിൽ വളരെ പവർഫുള്ളായിട്ടുള്ള 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് എഴുത്ത് കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നു. ഒന്ന്, നാം സേവിക്കുന്ന ദൈവത്തിൻ്റെ പരമാധികാരമാണ്. സോവറിറ്റി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പരമാധികാരം. ഹല്ലേലൂയ. എന്തിനാണ് നമ്മൾ ദൈവത്തെക്കുറിച്ച് ഇത്രയും ചിന്തിക്കുന്നത്? എത്രത്തോളം നമ്മുടെ ദൈവത്തെക്കുറിച്ച് നാം അറിയുമോ, എത്രത്തോളം നമ്മുടെ ദൈവവുമായിട്ടുള്ള ഇൻറ്റിമസി നമ്മുടെ കൂടുമോ, അത്രത്തോളം നമ്മുടെ ജീവിതം വിജയമായിരിക്കും. ഹല്ലേലൂയ. മറ്റൊന്നുമല്ല ഇതിൻ്റെ കാരണം. എത്രത്തോളം ദൈവത്തെ അറിയാൻ, ലോകപരമായ 100,000 കാര്യങ്ങൾ അറിയുന്നതിനേക്കാൾ ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ മൈറ്റ്, ഹിസ് പവർ, ഇതിനെക്കുറിച്ച് ധ്യാനിക്കുന്നത് നമുക്ക് ഏറ്റവും പരമാധികാരം. രണ്ടാമതായിട്ടുള്ളത് ദ ഓംനിപൊട്ടന്റ് നേച്ചർ ഓഫ് ഗോഡ്, സർവവ്യാപിത്വം, ദൈവത്തിൻ്റെ സർവവ്യാപിത്വം. ഏത് സ്ഥാനത്തും ഒരേ സമയത്ത് ഒരുപോലെ, ഓരോ കോണ്ടിനെന്റിലും, ഏത് കാരാഗൃഹത്തിലും, ഏത് ബോട്ടംലെസ് പിറ്റിലും, അധമപാതാളത്തിലും ഒരുപോലെ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദ ഓംനിപൊട്ടന്റ് നേച്ചർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സർവവ്യാപിത്വം. ഹല്ലേലൂയ. കേട്ടവിടെ അവസാനിപ്പിക്കരുത്. ചെന്ന് പ്രവർത്തിക്കാൻ കഴിയും. നിന്റെ ഫയല്, ഹല്ലേലൂയ, സ്തോത്രം, ഇരിക്കുന്ന ഒരു ഡീലിംഗ് ഹാൻഡിനോടും ദൈവത്തിന് സംസാരിക്കാൻ കഴിയും. ഹല്ലേലൂയ. നിന്നോട്, ഹല്ലേലൂയ, കർക്കശത്തോടും ഹറാസ് ചെയ്തും ഇടപെടുന്ന നിന്റെ അധികാരിയോട് അവൻ ഇരിക്കുന്നിടത്ത് എന്ന് ഇടപെടാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. നീ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവപൈതലെ നീ ആരാധിക്കുമ്പോൾ അതേ സ്ഥാനത്ത് ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയുന്നൊരു ദൈവം ഇന്ന് പകൽക്കാലം ആ നേച്ചറിനെ ഓർത്ത് ദൈവത്തിനെ സ്തുതിക്കണം. പരിമിതികളെ കാണണ്ട. നമ്മുടെ ദൈവം, ഹല്ലേലൂയ, ഹിസ് പവർ ഈസ് ലിമിറ്റ്ലെസ്. അവന്റെ പവറിന്, അവന്റെ ശക്തിക്ക് പരിധിയില്ല. അവന് പ്രവർത്തിക്കാൻ കഴിയും. ഇന്ന് പകൽ ദൈവജനം പ്രാർത്ഥിച്ചും ആരാധിച്ചും വിടുതൽ നേടാനുള്ള പകലാണ്. സമർപ്പിച്ചുകൊണ്ട്, ദൈവഹിതത്തിന് ജീവിതത്തെ ഏൽപ്പിച്ചുകൊണ്ട്, കുറവുകൾ, പരാതികൾ, പരാജയങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമെങ്കിൽ, ദൈവത്തെ ആരാധിക്കാൻ ഏൽപ്പിക്കുമെങ്കിൽ, ദൈവത്തിൻ്റെ ഒരു പുറപ്പറ്റിയായി ജീവിതത്തെ ഏൽപ്പിക്കുമെങ്കിൽ, ഈ പകൽ ദൈവിക വിടുതൽ നിങ്ങൾ അനുഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിന്റെ വിഷയങ്ങൾ 1 അല്ല 2 അല്ല 3 അല്ല. നീ അക്കമിട്ട് പ്രാർത്ഥിക്കുന്ന നിന്റെ വിഷയങ്ങളുടെ നടുവിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ, ഗ്ലോറി ബി ടു ഗോഡ്. രക്തത്താൽ ജയം. ആ സർവ്വവ്യാപത്വത്തെ ചെറുതായി അതുകൊണ്ട് കാണരുത്. ഏത് സ്ഥാനത്തും പ്രവർത്തിക്കാൻ കഴിയും. നമുക്ക് വേണ്ടി നമ്മുടെ സാഹചര്യങ്ങൾ വേദപുസ്തകത്തിൽ ഇന്യൂമറബിൾ എക്സാമ്പിൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഗ്ലോറി, ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ പരമാധികാരം, ദൈവത്തിൻ്റെ സർവ്വവ്യാപിത്വ, സോവറിറ്റി, that also is one of the greatest example regarding the power of God.
പരമാധികാരം എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെയും ഫൈനൽ വേർഡ് എന്ന് സിമ്പിളായിട്ട് നമുക്ക് പറയാം. ഫൈനൽ വേർഡ്. ഹല്ലേലൂയ. ചില ഫൈനൽ വേർഡുകൾ കേട്ടിരിക്കുന്നവർ ഇതിനകത്തുണ്ടെന്ന് ആത്മാവ് സ്പഷ്ടമാക്കുന്നു. റബോസ്കേൽ വർഷ മനഹസ്യാല. ഹല്ലേലൂയ. ചില വിഷയങ്ങൾ, ചില ശാരീരിക വിഷയങ്ങളിൽ, ചില ഔദ്യോഗിക വിഷയങ്ങളിൽ, ഓ സ്തോത്രം, ചില ഫൈനൽ വേർഡുകളായി, ചില വാക്കുകൾ ഡോക്ടർമാരുടെ ഫൈനൽ വേർഡായി. അറാത്തുൽഖംന രഹസ്യാന. ഇതിനൊരു മാറ്റമുണ്ടാകത്തില്ല, അതിൻ്റെ സ്ഥിതിക്ക് ചലനമുണ്ടാകത്തില്ല എന്ന് ചിന്തിച്ച് മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്ന ചില വിഷയങ്ങൾ ഇന്ന് പകൽക്കാലം അത് പുറത്തു വരട്ടെ. ഹല്ലേലൂയ. ആ വിഷയത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് തെറ്റുപറ്റി ആ വാക്ക് ഫൈനൽ വാക്ക് ഡോക്ടറിൻ്റെ അല്ല. ആ ഫൈനൽ വാക്ക് നീ ജോലി ചെയ്യുന്ന സ്ഥാനത്ത് നിന്റെ അധികാരിയുടേതല്ല. പിന്നെയോ ഫൈനൽ വാക്ക് നാം ധ്യാനിക്കുന്ന, നാം ഇന്ന് ആരാധിക്കുന്ന, നാം പുകഴ്ത്തുന്ന, നാം വാഴ്ത്തുന്ന, നമ്മെ വീണ്ടെടുത്ത, നമ്മെ രക്ഷിച്ച നമ്മുടെ കർത്താവിൻ്റെതാണ്. ഓ ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കാം, കർത്താവിനെ മഹത്വപ്പെടുത്താം. ഓ ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് ചലനം ഉണ്ടാകുന്നില്ലെങ്കിൽ സംതിങ് റോങ്. ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ നിങ്ങളുടെ ആനന്ദം ഫലിക്കുന്നില്ലെങ്കിൽ, സ്തോത്രം പുറപ്പെടുന്നില്ലെങ്കിൽ, ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നെങ്കിൽ സംതിങ് ഈസ് റോങ്. ഹല്ലേലൂയ. ഗൗരവമായി ദൈവകൃപയിൽ ബലപ്പെടട്ടെ. ധൈര്യത്തോടെ കൃപാസനത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആ വാതിൽക്കൽ മുട്ടിയാട്ടെ. അവൻ പ്രവർത്തിപ്പാൻ ശക്തനാണ്. നിന്റെ ജീവിതത്തിന്റെ ഭാവിയെ ബന്ധപ്പെടുത്തി ദൈവാത്മാവ് പറയുന്നു, ഫൈനൽ വാക്ക് നിന്റെ ദൈവമാണ്. ഫൈനൽ വാക്ക് നിന്റെ ഫ്രണ്ട് അല്ല. ഓ ഫൈനൽ വാക്ക് നിന്റെ മാതാപിതാക്കളല്ല. ഫൈനൽ വാക്ക് നിന്റെ അധികാരികളല്ല. ഫൈനൽ വാക്ക് നീ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹമല്ല. പിന്നെയോ ഫൈനൽ വാക്ക് പരമാധികാരിയായ നമ്മുടെ ദൈവമാണ്. അവർ ഫൈനൽ വേർഡ് ഫ്രം അവർ സോവറിൻ ലോർഡ്. ഹല്ലേലൂയ. ഓ റഖൽ വൈഡബാരബശാലബശം ദരാദിയ. ഗ്ലോറി ബി ടു ഗോഡ്. നമ്മുടെ ദൈവമാണ്. ഫൈനൽ വേർഡ് നമ്മുടെ ദൈവമാണ്. ദൈവമാണ്. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോണം, വിശ്വസിച്ച് പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ. ചില വെർഡിക്റ്റുകൾ നിനക്കെതിരായും, നിന്റെ ഭാവിക്കെതിരായും, നിന്റെ ജീവിതത്തിനെതിരായും, ആരോഗ്യത്തിനെതിരായും നീ ഉൾപ്പെട്ട സമൂഹം വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ സുഹൃത്ത് വലയങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിനകത്തുണ്ടായിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ജോലി സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഓൾ കോൺസ്പിറസിയെ തകർക്കുന്ന ഒരു ദൈവം, ഹല്ലേലൂയ, ഓൾ ഗൂഢാലോചനകളെ തകർക്കുന്ന ദൈവം, ഓൾ വെസ്റ്റഡ് ഇൻട്രസ്റ്റിനെ തകർത്ത് കളയുന്ന ദൈവം ഇന്ന് പകൽക്കാലം ഈ ആലയത്തിൽ വ്യാപരിക്കുന്നു. ഉടർഖലകസ്യ. എല്ലാത്തിനെയും മെഴുകുപോലെ ഉരുക്കി കളയുന്ന ദൈവപ്രവൃത്തി. ഓ ദൈവശക്തി വ്യാപരിക്കുന്നു. ഇത് ദൈവജനം പ്രാർത്ഥിച്ച് നേടേണ്ട സമയമാണ്. പ്രാർത്ഥിച്ച് വിടുതൽ കൽപ്പിക്കേണ്ട സമയമാണ്. ഓ ഹല്ലേലൂയ. ആത്മാവിൽ ശക്തമായി പ്രാർത്ഥിച്ച് വിടുതലിനെ കൽപ്പിക്കുക. ഓ ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ, ദൈവകൃപ വ്യാപരിക്കുമ്പോൾ പതറി നിൽക്കരുത്. മോശയോട് പറഞ്ഞതുപോലെ നിന്റെ കയ്യിലിരിക്കുന്നതെന്ത്? നിന്റെ മേൽ തന്നിരിക്കുന്ന അഭിഷേകം ദൈവാത്മാവ് ദൂതുകൾ വെളിപ്പെടുത്തി മറവരുളായി തരുമ്പോൾ അവയിൽ നിന്നുകൊണ്ട് ദൈവജനം അധികാരത്തോടെ പ്രാർത്ഥിക്കട്ടെ. യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ശക്തിയോടിവിടെ വിടുതലിനെ ചെയ്യുന്ന ശുശ്രൂഷകളാണ്. ദൈവത്തിന് ചെയ്യാനുള്ളത് തൻ്റെ ജനത്തിൽ കരുണയോടെ ചെയ്യാൻ. നിങ്ങൾ ആദ്യം ഓർക്കണം, ദൈവം വിട്ടുമാറാതെ തൻ്റെ ജനത്തെ നോക്കി ഒബ്സർവ് ചെയ്തവരുടെ ഭാരങ്ങളെ അറിഞ്ഞ് അടുത്ത് വന്ന് ഇടപെടുന്ന ഒരു ദൈവത്തെക്കുറിച്ച് തുടക്കത്തിൽ നമ്മൾ കേട്ടല്ലോ. അതുപോലെ ദൈവം നിങ്ങളുടെ സാഹചര്യങ്ങളെയും പശ്ചാത്തലങ്ങളെയും കടന്നു പോകുന്ന ഗോത്രൂ ചെയ്യുന്ന എല്ലാ സിറ്റുവേഷനെയും മനസ്സിലാക്കിക്കൊണ്ട് അതിനൊക്കെ ഒരു റെമഡി ഉണ്ടാക്കാൻ, അതിനൊരു പരിഹാരമുണ്ടാക്കാൻ, അതിന്മേൽ പ്രവർത്തിക്കാൻ, ശക്തി പകരാൻ, വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ ഹല്ലേലൂയ സ്തോത്രം ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവിന് പരിഹരിക്കാൻ കഴിയാത്ത ഒറ്റ കാര്യവുമില്ല. കർത്താവിന് സോർട്ട് ഔട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല. ആ വിശ്വാസത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ വായിച്ചതായ ദൈവവചനം ഭാഗം ഒരു ഡീപ്പ് ക്രൈസിസിൽ,
ആഴമേറിയ ഒരു ക്രൈസിസിൻ്റെ നടുവിൽ ഇസ്രായേൽ ഒരിക്കലും പെട്ടിട്ടില്ലാത്ത ഒരു ക്രൈസിസ്, അവരൊരിക്കലും ഫേസ് ചെയ്തിട്ടില്ലാത്ത ക്രൈസിസ്, അൺഫെമിലിയർ ആയിട്ടുള്ള ക്രൈസിസ്. പലപ്പോഴും നമുക്കും അതുണ്ട്. നമ്മൾ ചിലപ്പം പറയാറുണ്ട്, ഇതുപോലൊരു പ്രശ്നം ഞാൻ ഇതുവരെ അഭിമുഖീകരിച്ചിട്ടില്ല, ഇതൊരു വല്ലാത്ത പ്രശ്നമാണ്. ഹല്ലേലൂയ. ഓർക്കണം, ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ ഒരു അൺഫെമിലിയർ ക്രൈസിസ് രൂപപ്പെട്ടാൽ തളരണ്ട. അൺഫെമിലിയർ ആയിട്ടുള്ള ചില ബ്ലെസ്സിങ്സും നീ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തതും പ്രാപിച്ചിട്ടില്ലാത്തതും കണ്ടിട്ടില്ലാത്തതുമായ ഒരു അനദർ ലെവലിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകുന്ന അവസരങ്ങൾ കൂടിയാണത്. ഇവിടെ ഇതിൻ്റെ കോണ്ടസ്റ്റ് എന്ന് പറയുന്നത് they were in deep crisis. വ്യക്തിപരമായി യെരമ്യാവിൻ്റെ ജീവിതം വലിയ ക്രൈസിസിലാണ്. എന്താണ്? ദൈവത്തിൻ്റെ നാമത്തെ വേണ്ടതുപോലെ കാണാത്ത ഒരു സമൂഹം. ദൈവത്തെ അവർ ടോട്ടലി ഇഗ്നോർ ചെയ്യുന്നില്ല പ്രത്യക്ഷമായി, എന്നാൽ ദൈവത്തെ കാണേണ്ടതുപോലെ കാണാത്ത കാരണത്താൽ ദൈവഭൃത്യനെയും ദൈവം അയച്ചിരിക്കുന്ന അവരുടെ മധ്യത്തിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന യെരമ്യാവിനെയും അവർ കാണേണ്ടതുപോലെ കാണാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള റെസ്പെക്റ്റ് ഉണ്ടെങ്കിലല്ലേ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി ദൈവമാക്കുന്നവരെ അതേപടി റെസ്പെക്റ്റ് ചെയ്യാൻ കഴിയൂ. ഇത് ജനം എപ്പോഴും അഭിമുഖീകരിച്ച പ്രശ്നമാണ്. നമ്മൾ ദൈവിക കാര്യങ്ങളെ ഓർഡിനറി ആയിട്ട് കാണുകയും മറ്റെല്ലാ കാര്യങ്ങളെയും അതിനേക്കാൾ ഹൈയസ്റ്റ് പ്രയോറിറ്റിയിൽ നാം കാണുകയും ചെയ്താൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സാരമായ കേടുപാടുകളുണ്ട് എന്നുള്ളത് നാം അറിഞ്ഞിരിക്കണം. കാരണം ഈ ദൈവമാണ്, ഈ പരമാധികാരിയായ ദൈവമാണ് നമ്മളെ ഓൾ കാര്യങ്ങളും ക്രമീകരിക്കേണ്ടത്. നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ കിടക്കുന്നത് ഈ ദൈവത്തിൻ്റെ അടുത്താണ്. ഈ ദൈവത്തിലൂടെ മാത്രമേ നമ്മളൊന്ന് മാനിക്കപ്പെടത്തുള്ളൂ. പക്ഷേ അത് ജനത്തിന് തിരിച്ചറിയാതെ പോയാൽ എന്തു ചെയ്യും? ഇവിടെ നമുക്കറിയാം, കർത്താവിൻ്റെ അടുക്കൽ ശൂന്യതയുടെ അനുഭവത്തിൽ അവർ നിൽക്കുമ്പോൾ, വിശന്നു നിൽക്കുന്ന വലിയൊരു മേജർ ക്രൗഡ് കർത്താവിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ, സമർപ്പണമുള്ളതായ ഒരു ബാലൻ അവൻ്റെ കയ്യിലുള്ളത് അവനങ്ങ് മറന്നുപോയി. അവൻ്റെ കർത്താവിൻ്റെ പ്രസംഗവും തീഷ്ണതയെ കണ്ടപ്പോൾ തൻ്റെ അമ്മച്ചി കൊടുത്തു വിട്ട ടിഫിനൊക്കെ കഴിക്കാൻ മറന്നുപോയി. ഇതിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് വിശപ്പ് തീർക്കാൻ കൊടുത്തതാണ്, പക്ഷേ അത് മറന്നുപോയി. അതിനേക്കാൾ വലുതായി ഈ വചനം അവനെ സ്വാധീനിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചേ? അത് കർത്താവിൻ്റെ കയ്യിലെത്തി. അതങ്ങോട്ട് കൊടുത്തപ്പോൾ സിനാരിയോ മാറി. കർത്താവിൻ്റെ കയ്യിൽ, നമ്മുടെ കയ്യിലുള്ള ഈ വളരെ ഞെരുങ്ങിയ ചുരുങ്ങിയ ചുറ്റുപാടുകളെ, സ്ക്യൂസ്ഡ് ആയിട്ടുള്ള ഞെരുക്കം അനുഭവിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകളെ നമ്മളായിട്ട് കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യുവാൻ ശ്രമിച്ച് വഷളാക്കാതെ ഉടയവനായ ദൈവത്തിൻ്റെ കയ്യിലോട്ട് അത് കൊടുത്താൽ കാര്യം അങ്ങ് മാറും. അവൻ കരങ്ങളിൽ എടുത്തൊന്ന് ഉയർത്തും. അവൻ വേറൊന്നും ചെയ്യത്തില്ല, അവനത് എടുത്തോണ്ട് പോകില്ല. എന്നിട്ടൊന്ന് വാഴ്ത്തും, എന്നിട്ട് പറയും, വാങ്ങി എടുത്തുകൊണ്ടുപോയി ശിഷ്യന്മാർക്ക്, ജനത്തിന് കൊടുക്കൂ. ശിഷ്യന്മാർക്കുള്ള ആഹ്വാനമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ എപ്രകാരം പ്രയോജനപ്പെടുന്നവരായും ദൈവത്തിൻ്റെ പ്രവർത്തികൾ നമ്മിലൂടെ വെളിപ്പെടുന്നവരായി നാം മാറണമെന്ന് നമ്മൾ തീക്ഷ്ണമായി ആഗ്രഹിക്കേണ്ടതാണ്. ഇവിടെ ആ കാലഘട്ടത്തിൽ അവർക്ക് അത് കഴിഞ്ഞില്ല. അപ്പോൾ റിപ്പീറ്റഡായിട്ടുള്ള ബ്ലെസ്സിങ്സ് അവർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. അനുഗ്രഹങ്ങളുടെ ചരിത്രം മാത്രമേ ഉള്ളൂ. എന്നാൽ അപ്പോൾ ഓരോ സമയത്തും നമ്മളുടെ ആത്മീയത ഡേ ബൈ ഡേ പുതുക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നലത്തേക്കാൾ അധികമായി ഇന്ന്, ഇന്നത്തേക്കാൾ അധികമായി നാളെ, നാളത്തേക്കധികമായി മറ്റന്നാൾ. പാട്ടുകാരൻ്റെ കൂടെ നമുക്ക് പാടാൻ പറ്റുമല്ലോ, ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയൻ നാടിനോട് ഏറ്റവും അടുത്തായത് എനിക്കെത്ര ആനന്ദം. എന്തോ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ പാടുന്നത്. ജീവിതത്തിൻ്റെ നുറുങ്ങിയ അനുഭവങ്ങളുടെ നടുവിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചെടുത്ത എത്രയെത്ര തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങളൊക്കെ എവിടെ പോയി? ആ തീരുമാനങ്ങളോടുള്ള ബന്ധത്തിൽ മനോഭാവം എന്താണ്? അവയൊക്കെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ നാളുകളിൽ ഓർക്കാൻ കഴിയുന്നുണ്ടോ? ജീവിതത്തിൻ്റെ ആരോഗ്യം അനുഭവിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഹല്ലേലൂയ അത് ഓർക്കാൻ കഴിയുന്നുണ്ടോ? ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ടോ?
അപ്പോൾ ഓരോ സമയത്തും സ്പിരിച്വലി നാം അപ്ഗ്രേഡഡ് ആയി വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ഓരോ കാര്യങ്ങളും നമ്മൾ ലോകത്തിൽ തന്നെ കാണുന്നില്ലേ? ടെക്നോളജി എല്ലാം മാറുകയല്ലേ? ഒരു ഫോൺ വാങ്ങിച്ചാൽ 6 മാസത്തിനകം അതിനേക്കാൾ വലിയ കൂടിയ ബ്രാൻഡ് വരികയല്ലേ? എന്നതുപോലെ ഓരോ കാര്യങ്ങളും ഫാസ്റ്റായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ? ഉടയവനായ ദൈവത്തിന് വലിയ കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്തെടുക്കുവാൻ അവൻ്റെ കയ്യിലെ ഉപകരണമായി നാം മേൽക്കുമേൽ ശക്തി പ്രാപിച്ചവരായി മാറേണ്ടതല്ലേ? ഹല്ലേലൂയ. ഇത് ക്രൈസിസിൻ്റെ റീസൺ ഇതാണ്. അപ്പോൾ ഇരമ്യാവ് ആ കൂട്ടത്തിൽ വന്നതിൽ ഏറ്റവും വളരെ ഡീപ്പ് വിഷൻ ദൈവം കൊടുത്ത ഒരാളാണ്. യെശയ്യാവിന് ദൈവം കൊടുത്തതൊരു മറ്റൊരു ഡയമെൻഷനിലാണ്. പിന്നീടാണ് പ്രവാചകന്മാരുടെ നീണ്ട നിര നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ വളരെ കൃത്യമായ ചില ക്ലാരിറ്റിയുള്ള വിഷൻസ്, ദർശനങ്ങൾ, പ്രവചനങ്ങൾ ഇരമ്യാവിലൂടെ വന്നു. അതിലൊന്നായിരുന്നു ബാബിലോണിൻ്റെ പിടിയിൽ നിങ്ങൾ അകപ്പെടും. നിങ്ങൾ ഇന്ന് വരെ നിങ്ങളെ വലിയൊരു ശക്തിയുടെ കയ്യിൽ നിന്നാണ് വിടുവിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നത്. ആർക്കും ഹല്ലേലൂയ നിങ്ങളെ മോചിപ്പിക്കാൻ കഴിയത്തില്ലായിരുന്നു. കാരണം അത്രമാത്രം ശക്തമായ ഫറവോന്റെ ഡിഫൻസ് ഫോഴ്സ് ആ കാലഘട്ടത്തിലെ ഏറ്റവും പവർഫുൾ ആയിരുന്നു. അവൻ്റെ ഇരുമ്പ് രഥങ്ങളും ഹല്ലേലൂയ അവൻ്റെ ഇൻഫൻട്രിയും ആർട്ടിലറിയും എല്ലാം, അതിനെക്കുറിച്ച് ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ നമുക്ക് അവൻ്റെ പവർ കാണാൻ കഴിയും. അങ്ങനെയുള്ളിടത്ത് അത് ബൈബിളിൽ തന്നെ ആർട്ടിക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളിടത്തുനിന്ന് ദൈവം പിടിച്ചു വാങ്ങിച്ചാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഓരോ സ്ഥാനങ്ങളിലും ദൈവം വഴികളെ ഒരുക്കി. എന്നാൽ ഈ പർട്ടിക്കുലർ പോയിന്റിൽ അവർ പ്രവാചകനെ, രാജാവ് ഉൾപ്പെടെ പ്രവാചകനോട് വെല്ലുവിളി ഉയർത്തുകയാണ്, ഇഗ്നോർ ചെയ്യുകയാണ്. അവർക്കത് വലിയ വിഷയമല്ല. അവരൊരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുള്ളത് പോലൊരു മനോഭാവം, ഞങ്ങളിത് ഒത്തിരി കണ്ടിട്ടുള്ളതാണ്, ഞങ്ങളിത് കണ്ടുകൊണ്ടേ വരുന്നതാണെന്നുള്ളൊരു ചിന്ത, ഈ ക്ലിയർ മനോഭാവമായിരുന്നു ഇസ്രായേലിന് അന്നുണ്ടായത്. അതവരുടെ പതനത്തിന് കാരണമായി. നമ്മളെപ്പോഴും ദൈവസന്നിധിയിൽ വിനയത്തോടെ, ഭക്തിയോടെ ഏൽപ്പിച്ചു കൊടുത്ത്, സമർപ്പിച്ചു കൊടുത്ത്, ഞാനൊന്നുമില്ല, ഒരു ശ്വാസം ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും വെറും ശ്വാസം എന്നുള്ള ബോധ്യത്തോടെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം. ഭയം വേണം ദൈവത്തെ. നമുക്ക് നാം ഏത് കാര്യം ചെയ്യുമ്പോഴും ദൈവത്തെ ഒരു പ്രാവശ്യം നാം ഒന്ന് ഓർക്കണം. ദൈവത്തിൻ്റെ താല്പര്യം എന്താണിതിലെന്ന് ഒന്ന് ആരായണം. ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിക്കണം ഇതിൻ്റെ അക്കംപ്ലിഷ്മെൻറ്റിന് വേണ്ടി. ഇങ്ങനെയുള്ളൊരു ജീവിത ശൈലിയാണ് ദൈവം തൻ്റെ ജനത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഹല്ലേലൂയ. തൻ്റെ ജനമായ ഇസ്രായേലിന് അവിടെയൊക്കെ വീഴ്ചകൾ സംഭവിച്ചു. അവൾ ഒരിക്കലും കാണാത്ത, അവർ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വളരെ അഗ്രസീവ് നേച്ചറിലുള്ളതായ ബാബിലോണിയൻ എംപയറിൻ്റെ കരങ്ങളിൽ അവർ വരിഞ്ഞ് മുറുക്കപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ കരുതലിനെ ഓർക്കുന്നവരായിരിക്കണം. എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കുന്നവരായിരിക്കണം. ദൈവചിന്ത നമ്മുടെ മനസ്സിനെ എപ്പോഴും പിടിച്ചിരുത്തുന്നതായിരിക്കണം. ഒരു വാക്ക് പറയുമ്പോൾ പോലും നമ്മൾ 100 വട്ടം ചിന്തിക്കണം. മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കണമെന്ന് തിരുവചനം പറയുന്നുണ്ട്. അപ്പോൾ ഒരു വാക്ക് പോലും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ആ ക്രൈസിസ് യിരെമ്യാവ് ഹിംസെൽഫ് അനുഭവിക്കുകയാണ്. 2, അന്ന് യൂണിഫൈഡ് ഇസ്രായേൽ അല്ല. അപ്പോൾ യഹൂദ ഗോത്രം, അവരെ ഇസ്രായേലായി ദൈവം അങ്ങനെ നിർത്തിയിരിക്കുമ്പോൾ അവർ മൊത്തത്തിൽ പ്രവാസത്തിലേക്ക്, എക്സിലിക് എക്സ്പീരിയൻസിലേക്ക് ദൈവം അവരെ കൊണ്ടുപോവാണ്. ഹല്ലേലൂയ. അത് ചരിത്രമാണ്. ഈ സമയത്ത് ദൈവം യിരെമ്യാവിനോടൊരു കാര്യം പറഞ്ഞു. ആ ഭാഗം ഞാൻ വായിപ്പിച്ചല്ലോ. വായിച്ചതിൻ്റെ മുൻപിലുള്ള 32:1 മുതൽ വായിക്കുമ്പോൾ ആ ഭാഗം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. ഇവിടെ വായിക്കുന്ന ചിന്തകളൊക്കെ ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം, നോട്ടുകൾ കുറിക്കണം, അതിന്മേൽ ഇരുന്നൽപ്പസമയങ്ങൾ സ്പെൻഡ് ചെയ്ത് പ്രാർത്ഥിക്കണം. ദൈവാത്മാവ് ദൂത് തരുന്നതൊക്കെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് ആത്മീയമായി വളരുന്നത്, അങ്ങനെയാണ് വർദ്ധിച്ചു വരുന്നത്, അങ്ങനെയാണ് ദൈവപ്രവർത്തികളെ ജീവിതത്തിൽ അനുഭവമാക്കുവാനിടയാകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളെല്ലാവരോടുമായി ഞാൻ ഒരുപോലെ പറയട്ടെ, നിങ്ങളുടെയൊക്കെ നല്ല ക്രീം ടൈമാണ്.
ഹല്ലേലൂയ. നല്ല ചെറുപ്പമുള്ള യൗവനത്വമുള്ള നിങ്ങളുടെ ഈ സമയങ്ങൾ നല്ല രീതിയിൽ ദൈവവചനം വായിക്കാനും നന്നായിരുന്ന് പ്രാർത്ഥിക്കാനും മടി കൂടാതെ ആത്മാവിൽ ദൈവത്തെ ആരാധിപ്പാനും മറ്റുള്ളവരെ ശ്രദ്ധിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുത്ത് ആരാധിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ വ്യത്യസ്തരാകും. ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, യെരമ്യാവിനോട് ദൈവം പറയുക ഒരു നിലം വാങ്ങാൻ. ഏതാ ഈ ഡീപ്പ് ക്രൈസിസിൻ്റെ നടുവിലാണ്. അതിൻ്റെ ചില ടോപ്പിക്കലായി കോണ്ടക്സ്റ്റുവലായി ചിന്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. God has told Jeremiah to buy a field in Anathoth. ഇതിപ്പോൾ ആരുടെ കയ്യിലായി ഈ ലാൻഡ്? ഇതെല്ലാം ഇവരുടെ കയ്യിലായിരുന്നു. പക്ഷെങ്കിൽ ഇതെല്ലാം ഇപ്പോൾ ശത്രുവിൻ്റെ അധികാരത്തിൽപ്പെട്ടവയായി മാറി. ഈ സമയത്ത് പ്രവാചകനോട് ദൈവം പറയുന്നു, നീ എന്ത് ചെയ്യണം? ഒരു നിലം അനാഥോത്തിൽ വാങ്ങുക. അപ്പോൾ ഈ സിറ്റി ജെറുസലേം പൂർണ്ണമായി ഇവരുടെ നിയന്ത്രണത്തിലാണ്. ആരുടെ? ബാബിലോണിൻ്റെ കൺട്രോളിലേക്ക് പോയി കഴിഞ്ഞു. അവർക്ക് പിടിച്ചു നിൽക്കാൻ അവരുടേതായെന്ന് പറയാൻ യാതൊന്നും അവർക്കില്ല. അതൊരു വിരോധാഭാസമായി നമുക്ക് തോന്നത്തില്ലേ? കാരണം അവരുടേതായിട്ടൊന്നുമില്ല, ഇതിവരുടെ ആയിരുന്നു, കയ്യിൽ നിന്ന് പോയി. ഇപ്പം ദൈവം പറയുവാണ്, നീ എന്ത് ചെയ്യണം? ഒരു നിലം വാങ്ങാൻ സ്പെസിഫിക്കായിട്ട്. അതുമാത്രമല്ല, യെരമ്യാവിനറിയാം ഇത് വാങ്ങിച്ച വില കൊടുത്താൽ പോലും സ്വന്തമാക്കിയാൽ പോലും ഇത് തങ്ങളുടേതായി അനുഭവിക്കാൻ ഒരു സാധ്യതയില്ലാത്ത ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ വൾനറബിളായിട്ടുള്ള സാഹചര്യം, ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. ആത്മമണ്ഡലത്തിൽ ആ രീതിയിൽ കാര്യത്തെ ചിന്തിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഒന്നിനും ഒരു തീരുമാനമെടുക്കാനോ ഇനി ചെയ്താൽ തന്നെ അത് ഫലവത്താകുമോ, ഒരു സ്റ്റെപ്പ് എടുത്താൽ അത് നിലനിൽക്കുമോ, അതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും, മോസ്റ്റ് പ്രോബബ്ലി അതിൻ്റെ ഔട്ട്കം യൂസ്ലെസ് ആയിരിക്കും എന്നുള്ളതായ സാഹചര്യത്തിൽ നിൽക്കുന്നവരോടും ദൈവാത്മാവ് ഈ വചനത്തിലൂടെ നിന്ന് സംസാരിക്കുകയാണ്. പ്രവാചകനോട് ഇത് പറയുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, അവൻ സിമ്പിളായി ദൈവത്തെ അനുസരിക്കുകയാണ്. ദൈവത്തെ അനുസരിക്കുന്നു. അതിന് അനുസരിച്ച് അവൻ ആ നിലം വാങ്ങുന്നു. ആ ഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ ആ വായിച്ച് തുടങ്ങിയതിൻ്റെ 15-ന്റെ തൊട്ട് മുമ്പുള്ള വാക്യം ഒന്ന് വായിച്ചേ. ബാരൂക്കിനോട് കൽപ്പിച്ചതെന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മുദ്രയിട്ടിരിക്കുന്നതും തുറന്നിരിക്കുന്നതുമായ ഈ ആധാരങ്ങളെ മേടിച്ച് അവ ഏറിയ കാലം നിൽപ്പാൻ തക്കവണ്ണം ഒരു മൺപാത്രത്തിൽ ഇനിയും ഈ ദേശത്ത് വീടുകളും നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ക്രിയവിക്രയം ചെയ്യും എന്ന് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. നോക്കണം, അവര് ഓൾറെഡി സ്ലേവ്സിന് തുല്യമായിട്ടുള്ളവരാണ്. പക്ഷെ പ്രവാചകനോട് ദൈവം പറഞ്ഞത്, പ്രവാചകൻ അതുപോലെ അനുസരിക്കുന്ന ഭാഗമാണ് 1 മുതലുള്ളത്. ആ 15-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യും? ഇനിയും എന്ത് ചെയ്യും? ഈ ദേശത്ത് വീടുകളും നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ക്രയവിക്രയം ചെയ്യും എന്ന് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അപ്പോൾ ഈ അൺസർട്ടൺ ആയിട്ടുള്ള സാഹചര്യത്തിൻ്റെ നടുവിലും ദൈവം സംസാരിക്കുന്നത് എന്തുവാ? ഫ്യൂച്ചറിൽ കാണേണ്ട ഒരുപാട് കാര്യങ്ങളാണ്. ദൈവത്തെ ഒരിക്കലും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, നമ്മൾ ചുരുക്കി കാണരുത്. നമ്മുടെ പരിധിയിൽ ദൈവത്തെ കാണരുത്, നമ്മുടെ അളവിൽ ദൈവത്തെ അളക്കരുത്. ഹല്ലേലൂയ. ദൈവത്തെ ദൈവത്തിൻ്റെ അളവിൽ നിന്ന് കാണുവാൻ കൃപ തരണമെന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ദൈവം കൃത്യമായിട്ടുള്ള ആലോചന കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് ഈ പ്രശ്നത്തിലാണ്. അപ്പോൾ ദൈവം കൂടെ നിന്ന് സാഹചര്യങ്ങളെ, ഇങ്ങനൊരു കൊച്ചു കുഞ്ഞിനെ തൻ്റെ മാതാപിതാക്കൾ നടക്കാൻ തുടങ്ങുമ്പോഴൊക്കെ ദൃഷ്ടി വെച്ചിങ്ങനെ നോക്കുന്നത് പോലെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഓർത്ത് നോക്ക്, എന്തിനാ സങ്കടപ്പെടുന്നേ? ഇങ്ങനെ നോക്കുന്ന ഒരു ദൈവം ഉണ്ടല്ലോ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്താട്ടെ. ഇങ്ങനെ നോക്കിക്കൊണ്ട് വിചാരിക്കുന്ന ആരും കാണുന്നില്ല. ഞാൻ അനുഭവിക്കുന്ന പ്രയാസം ഒരു കുഞ്ഞു പോലും അറിയുന്നില്ല. ആരോട് പറയാനാണ്? ആർക്ക് മനസ്സിലാകും? ആർക്ക് കേൾക്കണം?
ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെയുള്ള ഡിസ്കറേജിങ് എക്സ്പീരിയൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം അങ്ങനെ സൂക്ഷിക്കുന്ന ദൈവമാണ്. പാട്ടുകാരൻ എന്താ പറയുന്നത്? കോഴിതൻ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ പടിയാട്ട് തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത നന്മകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിൻ ദയയല്ലയോ എന്നെ നടത്തിയത്. നിൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിൻ ദയയല്ലയോ എന്നെ നടത്തിയത്. ഹല്ലേലൂയ, സ്തോത്രം. പാടാൻ നമുക്ക് ആഗ്രഹമുണ്ട്, സമയത്തിൻ്റെ പരിമിതികൾ. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ മറയ്ക്കുന്നത് പോലെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടുകൂടെ നടന്നൊരു ദൈവമുണ്ട്. എത്ര വലിയ ആവലാതിയായാലും ഈ പകൽ അതിൻ്റെ മേൽ പ്രവർത്തിക്കുന്നൊരു ദൈവം ഉണ്ട്. അവനിറങ്ങി വന്ന് നമ്മുടെ ഭാവിയെ ദൈവം ക്രമപ്പെടുത്തും. 15-ാം വാക്യത്തിൽ ഈ പ്രോമിസ് പറഞ്ഞതിന് ശേഷം 16-ലോട്ട് വരുമ്പോൾ യിരെമ്യാവ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മൾ വായിക്കാനിടയായത്. യിരെമ്യാവിൻ്റെ ആ പ്രാർത്ഥനയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നെഹമ്യാവിൻ്റെ പ്രാർത്ഥന എടുത്തു നോക്കണം. ചർച്ച് ഡെഡിക്കേഷൻ നടത്തുമ്പോൾ ഓർക്കണം, ശലോമോൻ്റെ പ്രാർത്ഥനയൊന്ന് കേൾക്കണം, ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന കേൾക്കണം. ഇതൊക്കെ ബൈബിളിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാർത്ഥനകളാണ്. കർത്താവ് ഗത്സമന തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വളരെ ഹിസ്റ്റോറിക്കലി ഒരുപാട് പ്രാധാന്യമുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ പ്രാർത്ഥനകളിലെല്ലാം ദൈവത്തിൻ്റെ ദൈവത്വത്തെ ഉയർത്തുന്നതാണ് പ്രാർത്ഥന. അവിടെ എല്ലാം വളരെ അസാധാരണമായ ദൈവിക വിടുതൽ അനുഭവപ്പാനിടയായി. നമ്മുടെ ദൈനംദിന പ്രാർത്ഥനയിലും ദൈവത്തെ നമ്മൾ ഒരുപാട് ഉയർത്താൻ, ദൈവത്തിൻ്റെ വല്ലഭത്വത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വേണം നാം അവൻ്റെ കൃപാസനത്തിലേക്ക് അടുത്തു ചെല്ലാൻ. ഹല്ലേലൂയ. അപ്പോൾ ആ വാക്യത്തിൽ ഉള്ള പ്രധാന കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് ഓർമ്മിപ്പിച്ച് വേഗത്തിൽ നിർത്തുകയാണ്. ഇവിടെ ദൈവത്തോട് തന്നെ പറയുകയാണ്. നിങ്ങൾ ആ പോയിന്റ് ഓർക്കാനാണ് ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ വെളിപ്പെടേണ്ട ചില ആലോചനകൾ കൃത്യമായിട്ട് ഇവിടെ വെളിപ്പെട്ട് കഴിഞ്ഞു. പഠിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇനി പറയുന്നത്. യിരെമ്യാവ് പറയുകയാണ്, നത്തിങ് ഈസ് ഹാർഡ് ഫോർ യു, നത്തിങ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ യു. അതവൻ റിയലൈസ് ചെയ്യാണ്. ദൈവത്തെ അറിയുക, ദൈവത്തെ അറിയുന്നതിലൂടെയാണ്, ആ അറിവിൽ നിന്നേ ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റൂ. എന്തിന് സിമ്പിളായിട്ട് ചിന്തിച്ചാൽ പോലും ഒരാളോടൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് അനുയോജ്യമായി ഒരു വാക്യം പ്ലേസ് ചെയ്ത് അപ്രോപ്രിയേറ്റ് ആയിട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ വചനം അറിയാതെ പറ്റുമോ? പറ്റില്ല. എന്നതുപോലെയാണ് ഇവിടെ യിരെമ്യാവിന് ദൈവം ആരാണെന്നുള്ള വ്യക്തമായ കൺവിക്ഷനുണ്ട്. ഈ ക്രൈസിസിൻ്റെ നടുവിൽ എല്ലാം നഷ്ടപ്പെട്ടവരായി എംപ്റ്റി ഹാൻഡിൽ ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വത്തിൽ അവർ നിൽക്കുമ്പോൾ ദൈവം പറഞ്ഞു, നീ ഇനിയും ക്രയവിക്രയം ചെയ്യും, ഈ നാട്ടിൽ നീ ഇനിയും ലാൻഡ് അക്വയറി ചെയ്യും, ഇനിയും നീ ഇവിടെ കൾട്ടിവേഷൻ നടത്തും, ഇവിടെ നീ ഇനിയും വളരും വർദ്ധിക്കുമെന്നൊക്കെ ദൈവം പറഞ്ഞു. അതിന് താഴെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന യിരെമ്യാവ് അനുസരിച്ചായിട്ടാണ് അവൻ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. അവൻ ദൈവത്തോട് വാദപ്രതിവാദങ്ങൾ നടത്തിയില്ല. അത് പഠിക്കേണ്ട മർമ്മമാണ്. അനുസരിച്ചു. ദൈവം വസ്തു വാങ്ങാൻ പറഞ്ഞപ്പോൾ അവൻ വാങ്ങി, അനാഥോത്തിൽ വാങ്ങി. അടുത്ത വാഗ്ദത്തം ലഭിച്ചു, നീ ഇനി വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന്. അടുത്തതിൽ അവൻ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ പറഞ്ഞ കാര്യം നടത്തിയെടുക്കാൻ കഴിവുള്ള ദൈവത്തെ
വിശ്വസിച്ചുകൊണ്ട് നെഹമ്യാവ് പറഞ്ഞു, നത്തിങ് ഈസ് ഹാർഡ് ഫോർ യു, നത്തിങ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ യു. നിനക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഈ കൺവിക്ഷനിൽ നിന്നുകൊണ്ട് വേണം നിങ്ങൾ ഇനിയും പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ, സ്തോത്രം. വളരെ പ്രതിസന്ധിയുടെ നടുവിൽ, ഈവൻ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ക്രൈസിസ്, ഹി എക്സ്പ്രസ് ഹിസ് ഫെയ്ത്ത്. ഹല്ലേലൂയ, വിശ്വാസത്തിൽ നിന്നുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ. അൺസർട്ടനിറ്റിയുടെ നടുവിലും ഇന്ന് അങ്ങനെ പറ. ഹല്ലേലൂയ, പ്രതിസന്ധിയുടെ നടുവിൽ നിന്നുകൊണ്ട് വിശ്വാസത്തോടെ പറ. ദൈവം നൽകിയ വാഗ്ദത്തങ്ങളില്ലേ, ഇഷ്ടംപോലെ വാഗ്ദത്തങ്ങളില്ലേ, അവയിൽ നിന്നുകൊണ്ട് പറ. ഗ്ലോറി ബി ടു ഗോഡ്. 2, അതിൻ്റെ അവസാന വാക്യത്തിൽ വരുമ്പോൾ കാണുന്നു, അവിടെയും പറയുന്നത് ഇതാ, നിനക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല, രക്തത്താൽ ജയം. 27-ാം വാക്യത്തിൽ ഇതിൻ്റെ ബിറ്റ്വീനിലുള്ളതായ വാക്യങ്ങൾ മുഴുവൻ ദൈവത്തിൻ്റെ നേച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഓരോന്നും എടുത്ത് സെപ്പറേറ്റായി പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ വേദപുസ്തകത്തിൽ ഉടനീളം കിടക്കുന്ന, ദൈവം ഓരോരുത്തർക്കും പ്രവർത്തിച്ചത് എടുത്തു വെച്ച് ദൈവത്തിൻ്റെ നേച്ചറിനെ പഠിക്കാൻ കഴിയും. ഇന്ന് നമുക്കതിന് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. എന്നാൽ 27-ാം വാക്യത്തിൽ വരുമ്പോൾ നിനക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല എന്ന് പറയുമ്പോൾ, നെഹമ്യാവ് ദൈവത്തെ കാണുന്നതിന് ഏറ്റവും അപ്രോപ്രിയേറ്റായിട്ടുള്ള ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് നമുക്ക് കാണാൻ കഴിയും. ജനസിസ് ചാപ്റ്റർ 18:14 അത് കാണുന്നത്. ഉൽപ്പത്തി 18:14 എളുപ്പം എടുത്തവർക്കൊന്ന് വായിക്കാം. ജനസിസ് നോക്കണം. അബ്രഹാം സന്ദർശകരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തു. ആ സംഭവം നിങ്ങൾക്കറിയാം. അവിടെ ദൈവം ഒരു വാഗ്ദത്തം കൊടുക്കുകയാണ്. ചെറിയ വാഗ്ദത്തമല്ല, ദൈവത്തിൻ്റെ ലോങ് പ്ലാനിൻ്റെ ഭാഗമാണ് ഇസഹാക്ക്. അതിനെ ചെറുതായി ജസ്റ്റ് ഒരു മിയർ തലമുറയായിട്ട് കാണാൻ കഴിയില്ല. ദൈവ പൈതലേ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആ സ്പിരിച്വൽ റൂട്ടുണ്ടല്ലോ, അതിൽ നിന്ന് വഴിമാറാതെ നിന്നാൽ നിങ്ങളുടെ ഭാവി ചെറുതല്ല. നിങ്ങളുടെ ഭാവി ചെറുതല്ല. വിശാലതയുടേതായ വഴികളുണ്ട്. അത് ലോകത്തിലെ അനുഗ്രഹം മാത്രമല്ല, ദൈവത്താൽ മാനിക്കപ്പെടുന്നതും അനുഗ്രഹിക്കപ്പെടുന്നതുമായ തലങ്ങളാണ്. ഇവിടെ ആ സംഭവം. അപ്പോൾ ഇഫ് ഐ മെയ്ഡ് ഓൾ ഫ്ലഷ് ആൻഡ് ദ യൂണിവേഴ്സ്, ഡു യു തിങ്ക് റിസ്റ്റോറിംഗ് ദ ലാൻഡ് ഈസ് ടു ഡിഫിക്കൽട്ട് ഫോർ മീ? ഈ ടേമാണ് രമ്യാവിന് പ്രീവിയസ് ഡോക്യുമെൻ്റാണ്. ഇതിനെ കണക്ട് ചെയ്യുന്നു. ഇതിവിടെ കണക്റ്റഡ് റെഫറൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ലെങ്കിലും സ്പിരിച്വലി ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സാറായിൽ ഒരു പ്രവൃത്തി നടക്കത്തില്ല, നടക്കാൻ ലോകപ്രകാരം സാധ്യമല്ല. അങ്ങനെ നിൽക്കുമ്പോഴും അവർ ചെയ്ത പ്രവൃത്തി ദൈവത്തെ വളരെ പ്ലീസാക്കി. ദൈവം വെൽ പ്ലീസ്ഡ് ആയി കഴിഞ്ഞു. ദൈവം അവിടെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ യിരെമ്യാവ് ചിന്തിക്കുന്നു, ഇങ്ങനെ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കിയ ദൈവത്തിന് ഈ ചെറിയ ദേശത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിയത്തില്ലേ? നിങ്ങളോട് ചോദിച്ചേ, എൻ്റെ പ്രശ്നത്തിൽ ഇറങ്ങി പ്രവർത്തിപ്പാൻ എൻ്റെ ദൈവത്തിന് കഴിയത്തില്ലേ? ഒരു പൂർണ്ണമായ അസാധ്യതയുടെ നടുവിൽ ഞാനായിരുന്നപ്പോൾ ആ വചനം ഏറ്റെടുത്ത് നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ശക്തമായിട്ട് ദൈവം അവിടെ പ്രവർത്തിക്കുകയാണ്. അക്നോളജിങ് ഗോഡ്സ് പവർ ആസ് ക്രിയേറ്റർ. ദൈവത്തിൻ്റെ ശക്തിയെ നമ്മൾ അക്നോളജ് ചെയ്യണം. എങ്ങനെ? ആസ് എ ക്രിയേറ്റർ. ആസ് എ ക്രിയേറ്റർ. അവനൊരു സൃഷ്ടികർമ്മം എനിക്ക് വേണ്ടി ചെയ്യാൻ, ഒരു പ്രവൃത്തി, ജീവന്റെ തുടുപ്പുകളായി അതേത് നിലയിലും നിങ്ങൾക്ക് എടുക്കാം. നിങ്ങളുടെ പ്രശ്നവുമായി നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ദൈവത്തെ ആ രീതിയിൽ അക്നോളജ് ചെയ്യണം. ഇന്നത് വാ കൊണ്ട് പറയേണ്ടതാണ്. ഹല്ലേലൂയ. അത് ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ടതാണ്. അത് നിരന്തര പ്രാർത്ഥനയാകേണ്ടതാണ്. നിരന്തര ജാഗരണത്തിൽ ഇത് ആവശ്യമാണ്. ഇത് ഉയർന്നു വരണം. അങ്ങനെ ദൈവത്തെ അക്നോളജ് ചെയ്യുന്ന, ഹല്ലേലൂയ, സ്തോത്രം, അതവിടെ അവിടെ പ്രവൃത്തിയായി വെളിപ്പെടുവാനായിട്ടിടയായി. അടുത്തൊരു കാര്യം, ഗോഡ്സ് പവർ ഈസ് നോട്ട് ലിമിറ്റഡ് ബൈ യുവർ സർക്കംസ്റ്റാൻസസ്. യിരെമ്യാവിൻ്റെ സാഹചര്യങ്ങൾ മുഴുവൻ നെഗറ്റീവാണ്,
പക്ഷെ ദൈവത്തിൻ്റെ വാക്ക് ലൈവായിട്ടുണ്ട്. അതിലവൻ എന്ത് ചെയ്തു? വിശ്വസിച്ചു. അപ്പോൾ സാഹചര്യങ്ങളിൽ ലിമിറ്റ് ചെയ്ത് ദൈവത്തെ എന്ത് ചെയ്യരുത്? പരിമിതപ്പെടുത്തി ഒരിക്കലും കാണരുത്. ഗോഡ്സ് പവർ ഈസ് നോട്ട് ലിമിറ്റഡ് ബൈ യുവർ സർക്കംസ്റ്റാൻസസ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പലരും ഇത് എഴുതുന്നവരുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. സ്പിരിച്വാലിറ്റിയെ വലുതായി ആരെങ്കിലും കണ്ട, ബഹുമാനത്തോടെ കണ്ട, പേടിച്ച് ജീവിച്ചാൽ ദൈവം നിങ്ങളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. ഹല്ലേലൂയ, രക്തത്താൽ ജയം. ഗോഡ്സ് പവർ ഈസ് നോട്ട് ലിമിറ്റഡ് ബൈ അവർ സർക്കംസ്റ്റാൻസസ്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ദൈവം പറഞ്ഞ കാര്യത്തിനെ ലോജിക്ക് വെച്ച് അളക്കാൻ പോയ ഇയാൾക്കൊരിക്കലും ഇത് വാങ്ങിക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ദൈവത്തെ ദൈവമായി കണ്ടുകൊണ്ട് ബഹുമാനിച്ച്, ജസ്റ്റ് ആസ് ബൈയിങ് ലാൻഡ് ഇൻ ബിസീജ്ഡ് സിറ്റി സീംഡ് ഫൂളിഷ്, സംടൈംസ് ഗോഡ് കോൾസ് us act of faith that don't make any sense in the short term. ചില കാര്യങ്ങൾ ദൈവം നമ്മളോട് പറയുമ്പം അതൊട്ടും സെൻസ് മേക്ക് ചെയ്യുന്നില്ലെന്ന് നമ്മുടെ ലോജിക്കലി നമുക്ക് ചിന്ത വരും. ഈ ലോകത്തിലെ ബുദ്ധിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ടല്ലോ, വളരെ ക്ലവറാണെന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. എൻ്റെ എല്ലാ ചിന്തകളും ക്ലവറാണ്, ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ റൈറ്റാണ്, ഞാൻ വന്ന വഴികളെല്ലാം അങ്ങനെയുള്ള വഴികളാണ്. ഇറ്റ് ഈസ് റോങ്, അബ്സല്യൂട്ട്ലി റോങ്. ഇവിടെ ദൈവം ചിലപ്പോൾ സെൻസ് മേക്ക് ചെയ്യാത്ത ഒത്തിരി കാര്യങ്ങളാണ്. ദൈവം എല്ലാം അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഹല്ലേലൂയ. ബലഹീനമായതിനെ, ഹല്ലേലൂയ, സ്തോത്രം, ബലവാന്മാരെ ലജ്ജിപ്പിക്കാൻ അവൻ കരങ്ങളിലെടുത്തവനാണ്. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ അവൻ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്ത ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം പറഞ്ഞത് അവൻ അനുസരിച്ച്, ലോജിക്ക് അന്വേഷിച്ചില്ല. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളുടെ ഫിനാൻസ്, നിങ്ങളുടെ വെൽത്ത്, നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ ഓൾ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി, എന്തെല്ലാം വിഷയങ്ങളാകട്ടെ, സ്തോത്രം, നിങ്ങൾ ഓർത്തുകൊള്ളണം, ഇതിനൊക്കെ പരിമിതികളുണ്ട്. പക്ഷെ ദൈവം അതിന് മധ്യത്തിലേക്ക് ഇറങ്ങിയാൽ, പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന് അതിനെയെല്ലാം മൾട്ടിപ്ലൈ ചെയ്യാൻ, ഇൻക്രീസ് ചെയ്യാൻ, സാഹചര്യങ്ങളെ പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരുവാൻ, പൂർവ്വത്തിനേക്കാൾ ഇരട്ടിയായ ശക്തിയിൽ കൊണ്ടുവരാൻ കഴിയും. അതാണ് 38 വർഷം കുളക്കരയിൽ കിടന്നവൻ്റെ ഉദാഹരണം. ഇതെല്ലാം വളരെ വെൽ കോർഡിനേറ്റഡ് ആയിട്ടുള്ള വചനങ്ങളാണ്. അവൻ കിടക്ക എടുത്തുകൊണ്ട് നടന്നു. അവൻ വന്നപ്പോഴും അതുപോലല്ല വന്നത്. ഹല്ലേലൂയ. പക്ഷേ പോയപ്പോൾ അവൻ ആയുസ്സിൽ അനുഭവിക്കാത്ത ബലത്തിലാണ്. നിങ്ങളുടെ ഫിനാൻസ് വീക്കാണെങ്കിലും, നിങ്ങളുടെ ശാരീരിക സ്ഥിതി വളരെ വളരെ വളരെയധികം ക്ഷീണിതമായിട്ടുള്ളതാണെങ്കിലും, നിങ്ങളുടെ ഏത് അവസ്ഥകളിലും നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ കർത്താവിന് കഴിയും. ഹല്ലേലൂയ, ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. മൂന്നാമത്തതായിട്ട്, ഒബീഡിയൻസ് ലീഡ്സ് ടു ബ്ലെസ്സിങ്. നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നത് അത് നമ്മളെ വലിയ അനുഗ്രഹത്തിലേക്ക് നമ്മെ നയിക്കും. ഈവൻ വെൻ ഇറ്റ് ഫീൽസ് പോയിന്റ്ലെസ്. ഒരു പോയിന്റും ഇല്ലാത്തതാണ് ഞാൻ ഈ ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നെങ്കിലും അത് അനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോകും. ഒത്തിരി വചനങ്ങളുണ്ട് അതിന്. ഈ ദൈവം മാനിച്ചവരെല്ലാം അങ്ങനെയുള്ളത്. ആ ആംഗിളിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും. ഹല്ലേലൂയ, ഇതൊക്കെ പോയിന്റ്ലെസ്സാണ്. ദൈവം പറയുന്ന കാര്യങ്ങൾ നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുക. ജെറമിയ, ഒബീഡിയൻസ് വാസ് എ സൈൻ ഓഫ് ഫ്യൂച്ചർ ഹോപ്പ്. നമുക്കൊരു പുതിയ ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണാൻ യെരമ്യാവ് ദൈവത്തെ അനുസരിച്ചതും ദൈവപ്രവൃത്തി കണ്ടതും വലിയൊരു കാരണമായി തീരുന്നു. അവർ ഫെയ്ത്ത്ഫുൾ ഒബീഡിയൻസ് ഈസ് ഇൻ ഹാർഡ് സീസൺസ് ഈസ് ഓഫൺ ദ സീഡ് ഓഫ് ഫ്യൂച്ചർ ബ്ലെസ്സിങ്സ്. ഹല്ലേലൂയ. നമ്മുടെ ഫെയ്ത്ത്ഫുള്ളായിട്ടുള്ള ദൈവത്തോടുള്ള അനുസരണം നമ്മുടെ കഠിനമായ പ്രയാസങ്ങളുടെ നടുവിലും നാം അങ്ങനെ ചെയ്യുമ്പോൾ അത് നാളത്തെ അനുഗ്രഹത്തിൻ്റെ ഒരു വിത്തായി മാറുകയാണ്, വിശാലതയുടെ ഒരു വഴിത്തിരിവായി അത് മാറുകയാണ് എന്നുള്ളത്. അടുത്തതായിട്ട്, ഗോഡ് ഹാസ് എ ബിഗ്ഗർ പ്ലാൻ ബിയോണ്ട് അവർ സൈറ്റ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു ബിഗ്ഗർ പ്ലാൻ ദൈവത്തിന് നമ്മളെക്കുറിച്ചുണ്ട്. പറയണം, ഇത് കേൾക്കുമ്പോൾ പറയണം, എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് ശ്രേഷ്ഠമായ പ്ലാനുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ മക്കളാകുമ്പോഴും he has a planning to restore, rebuild and renew. അവരെ യഥാസ്ഥാനത്തേക്കാക്കി കൊണ്ടുവരുവാൻ, അവരെ പുനരുദ്ധരിച്ച് റീബിൽഡ് ചെയ്യുവാൻ, അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുവാൻ, അവരെ റിന്യൂ ചെയ്യുവാൻ, പുതുക്കുവാൻ ആഗ്രഹിക്കുന്ന
ദൈവം. ഇത് നമ്മൾ റിയലായിട്ട് മനസ്സിലാക്കി ദൈവഭക്തിയെ മുറുകെ പിടിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മുടെ തകർച്ചയുടെ നടുവിൽ, നമ്മുടെ ജീവിതത്തിൽ പലതിനും മറുപടി കിട്ടാതെ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളുടെ നടുവിലും നമ്മളായിരിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള അവസരമായിട്ട് ആ അവസരത്തെ കണ്ട് ദൈവത്തോട് ചേർന്ന് നിൽപ്പാൻ നമുക്കിടയാകണം. നമുക്ക് അപ്രകാരം ഈ ശുശ്രൂഷകൾ ഇടയായിത്തീരണം. കൂടാതെ എൻകറേജ്മെൻറ്റ് ഫോർ ബ്ലസ്ഡ് ലൈഫ്, ഒരനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ജീവിതം നയിപ്പാനുള്ള പ്രോത്സാഹന വാക്കുകളാണ് ഈ വചനത്തിലുടനീളം നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. എ ബ്ലസ്ഡ് ലൈഫ് ഈസ് നോട്ട് ഫ്രീ ഫ്രം ഡിഫിക്കൽറ്റി. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിനൊരിക്കലും പ്രയാസങ്ങളോ വൈഷമ്യങ്ങളോ വരുത്തില്ല എന്നുള്ളതല്ല. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ നാം ദൈവത്തെ അനുസരിച്ച് ദൈവശബ്ദത്തിന് വില കൊടുത്ത് നാം മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. സമയപരിധികളുള്ള ഞാനിവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഒരു വാക്ക് പ്രാർത്ഥിക്കുകയാണ്. ശക്തനായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം, അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നിങ്ങളുടെ ഭാരങ്ങൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ, ഒന്നാമതായി നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ ഏൽപ്പിക്കണം. നമ്മുടെ ആത്മീയ ജീവിതം ഏറ്റവും ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിലാകാൻ നമ്മുടെ ചിട്ട, ഓരോ ദിവസത്തെയും നമ്മുടെ ഡെയിലി റൂട്ടീൻ, നമ്മുടെ ചിട്ടവട്ടങ്ങൾ എല്ലാം ദൈവത്തിന് ഹിതകരമാകുന്ന രീതിയിൽ ഒരുക്കിയെടുത്തുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരനുഭവം, ഏത് പ്രയാസങ്ങളുടെ നടുവിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവം. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ഒരു സമർപ്പണ പ്രാർത്ഥന നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് ഉയരണം. നിങ്ങളുടെ വിഷയങ്ങളിൽ അവൻ ഇടപെടാൻ മതിയായവനാണ്. അവൻ പ്രവർത്തിക്കുന്നു. ചില വിഷയങ്ങളിൽ അവൻ പകൽക്കാലം പ്രവർത്തിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ധൈര്യപ്പെട്ടുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. പരിശുദ്ധനെ നന്ദിയോടങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് നൽകി തന്ന ദൈവകൃപയ്ക്കും ദൈവിക അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം. ഈ പകൽ ദൈവസഭയിൽ വിടുതലുടെ കരം ചലിച്ചതിനായി സ്തോത്രം. തൻ്റെ ജനത്തെ അവിടുന്ന് ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ഉദ്ധരിച്ചതിനായി സ്തോത്രം. ദൈവത്തിനു വേണ്ടി വൻ കാര്യങ്ങൾക്കായിട്ട് നിന്റെ മക്കളെ നീ അവിടുന്ന് ഒരുക്കും. വലിയ പ്രവർത്തികൾ നീ നിന്റെ മക്കളിലൂടെ ചെയ്തെടുക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ഭാരപ്പെടുന്നവർ, നെടുവേർപ്പെടുന്നവർ, ജീവിതത്തിൻ്റെ ഏത് വിഷയത്തിലാണോ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിന്മേലെല്ലാം സമ്പൂർണ്ണ വിടുതൽ വ്യാപരിക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ജനത്തെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. എല്ലാ പുകഴ്ചയും കർത്താവിന് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവിന് സ്തോത്രം ചെയ്യാം.